യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 1 സാമുവേൽ 13 അധ്യായം 19-20 വാക്യങ്ങൾ. അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാരിലായിരുന്നു. ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്ത്യർ മുൻകരുതലെടുത്തിരുന്നു. അവർ വാളെടുക്കരുത്, അവർ പോരാടരുത്, അവർ കുന്തമെറിയരുത്. അതുകൊണ്ട് കൊല്ലന്മാരെ ആ ദേശത്തില്ലാതിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? 20 വാക്യം. ഇസ്രായേൽക്കാർ തങ്ങളുടെ കൊഴു, തൂമ്പ, കോടാലി, അരിവാൾ ഇവരാകാൻ അരമുണ്ടായിരുന്നു. അരം അനുവദിച്ചിരുന്നു. അത്യാവശ്യം നിങ്ങൾ തൂമ്പ എടുത്ത് കളച്ചു, അരിവാൾ കൊണ്ട് വെട്ടി കൃഷി ചെയ്തു, നന്നായി ആഹാരം കഴിച്ചു. ആഹാരത്തിന് മുടക്കം വരുത്താതെ ഫിലിസ്തീർ നോക്കി. എന്നാൽ പോരാടാൻ സമ്മതിച്ചില്ല. പോരാടാൻ നീ കുന്തം എടുക്കരുത്, നീ വാൾ വീശരുത്. അതുകൊണ്ട് വാളും കുന്തവും ഉണ്ടാക്കാൻ കൊല്ലന്മാരില്ല. അത്യാവശ്യം പട്ടിണി കിടക്കാതിരിക്കാൻ നീ തൂമ്പ എടുത്ത് കളച്ചു. അതിനൊക്കെയുള്ള സൗകര്യം ചെയ്തു തന്നു. തിന്മ നമുക്കെതിരെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കെണി ഉണർന്ന് പോരാടാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ അടിമയാക്കി കളയും. അത്യാവശ്യം ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കൊണ്ടും കൊടുത്തും വലിയ തട്ടുമുട്ടും ഇല്ലാതെ പോകുമ്പോൾ ഒരു പോരാട്ട വീരം ചോർത്തി തിന്മ നമ്മളെ തളർത്തിക്കളയും. നമ്മുടെ തൂമ്പ കൊണ്ട് കളച്ചും അത്യാവശ്യം മഴ കൊണ്ട് വെട്ടിയും കളച്ചും അത്യാവശ്യം കപ്പയിട്ടും ഒക്കെ ജീവിച്ചു പോകുമ്പോൾ ഒരു പോരാട്ട വീരം ചോർത്തിക്കളഞ്ഞ് തിന്മ നമ്മൾ ജയിക്കും. ഈശോയുടെ വിശുദ്ധരെ, ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ കുന്തമെടുത്ത് പോരാടാൻ, വാള് വീശാൻ തക്ക വിധം നിനക്കൊരു പോരാട്ട വീരം ഉള്ളിൽ നിന്ന് ഉയർന്നു വരണം. കൊല്ലന്മാരെ ഇല്ലായിരിക്കാം, നീ ഒരാൾ ഉയരണം. നീ ഒരാൾ ഈ തൂമ്പ കൊണ്ട് കിളച്ചും പറിച്ചും ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്നതിനപ്പുറം ഒരാത്മീയമായ ഒരു പോരാട്ടത്തിന് നാം ഉണർന്നില്ലെങ്കിൽ, പോരാളിയാകുന്നില്ലെങ്കിൽ, പോരാട്ടമില്ലെങ്കിൽ നമ്മളൊരു പുഴു തന്നെയാണ്. പോരാടുന്നില്ലെങ്കിൽ നമ്മൾ പുഴുവിനെ പോലെ ഒതുങ്ങിപ്പോകും. തിന്മ നമ്മളെ ചവിട്ടി കാശക്കി കളയും. ആമേൻ.